അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസും നേർക്കുനേർ. കമല പ്രസിഡന്റായാൽ അമേരിക്കയുടെ സഖ്യരാജ്യമായ ഇസ്രായേൽ ഇല്ലാതാകുമെന്ന് ട്രംപ് ആരോപിച്ചു. എന്നാൽ ട്രംപ് അമേരിക്കൻ ജനങ്ങളെ വിഭജിക്കുകയാണെന്ന് കമല തിരിച്ചടിച്ചു. ട്രംപ് വരുത്തിയ വിനകൾ നീക്കുകയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ എന്ന് കമല ഹാരിസ് സംവാദത്തിൽ പറഞ്ഞു. ബൈഡന്റെ ഭരണത്തിൽ അമേരിക്കൻ മധ്യവർഗം തിരിച്ചടി നേരിടുന്നുണ്ടെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ക്യാപിറ്റൽ ആക്രമണം സംബന്ധിച്ചും ചൂടേറിയ സംവാദമാണ് ഇരുവരും തമ്മിൽ നടക്കുന്നത്. തനിക്ക് ഖേദമില്ലെന്നും സമാധാനപരമായ പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തതെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്ക അപമാനിക്കപ്പെട്ട സംഭവമെന്ന് ആക്രമണത്തെ കമല ഹാരിസ് വിശേഷിപ്പിച്ചു. ട്രംപിനെതിരായ ക്രിമിനൽ കുറ്റങ്ങൾ കമല ആയുധമാക്കിയപ്പോൾ അഭയാർത്ഥി പ്രശ്നങ്ങളടക്കം ട്രംപും ആയുധമാക്കി. ഗർഭചിത്ര നിയമങ്ങളിലും ശക്തമായ വാഗ്വാദമാണ് നടന്നത്. ഇതാദ്യമായാണ് പ്രചാരണ കാലത്ത് ഇരുവരും നേർക്കുനേർ സംവാദത്തിൽ വരുന്നത്. പെൻസിൽവാനിയയിലെ ഫിലാഡൽഫിയയിലുള്ള NCC സെന്ററിൽ ABC ന്യൂസ് സംഘടിപ്പിക്കുന്ന സംവാദത്തിൽ വെച്ചായിരുന്നു വാഗ്വാദം. ഗർഭചിത്ര നിയമങ്ങൾ, ക്യാപിറ്റൽ ആക്രമണം, അഭയാർത്ഥി ബിൽ അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ വാഗ്വാദമാണ് നടന്നത്. ഏറ്റവും മികച്ച സംവാദങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് ഇതേക്കുറിച്ച് ട്രംപ് X പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. സംവാദം തുടങ്ങും മുൻപ് കമല ഹാരിസും ട്രംപും പരസ്പരം ഹസ്തദാനം നടത്തി. 2 മാസം മുൻപ് തങ്ങളുടെ പ്രസിഡൻഷ്യൽ സംവാദത്തിനായി കണ്ടുമുട്ടിയപ്പോൾ ട്രംപും പ്രസിഡന്റ് ജോ ബൈഡനും ഹസ്തദാനം നടത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്.